നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുന്നു. ഭാവഭേദമില്ലാതെ കുറ്റവാളി കൊലപാതകം പോലീസിനോട് വിശദീകരിക്കുകയാണ്. ജനരോഷം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് പ്രതിക്ക് സുരക്ഷ ഒരുക്കുന്നത്. നാളെ വൈകിട്ട് 3 വരെയാണ് പോലീസ് കസ്റ്റഡി. ഗോകുൽ VSും MS ലിഷോയും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ഗോകുലിലേക്ക്. ഗോകുൽ, തെളിവെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? കൂടിയാണ് ഏത് വയലിലൂടെ എങ്ങനെ കടന്നുപോയി തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് ചോദിച്ചു. അതോടൊപ്പം തന്നെ വനമേഖലയുടെ ആ പ്രദേശം വരെയും പോയി എങ്ങനെയാണ് പോയത് തുടങ്ങിയ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞാണ് ഇപ്പോൾ തിരിച്ച് ഈ സംഭവ സ്ഥലത്തേക്ക് തന്നെ ചെന്താമരയെ കൊണ്ടുവന്നത്. വളരെ വിശദമായൊരു തെളിവെടുപ്പ് തന്നെയാണ് നടത്തിയത്. അത് ഏറ്റവും അവസാന ഘട്ടത്തിലെത്തുമ്പോൾ പ്രദേശവാസികൾ ഈ തെളിവെടുപ്പിനോട് പൂർണ്ണമായും സഹകരിക്കുന്നതെന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. മറ്റ് ഇതൊന്നുമില്ലാതെ തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകാതെ തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. ഇപ്പോൾ ഇതിന് തൊട്ടടുത്ത വീട്ടിലേക്ക് കൂടി ആ പ്രദേശത്തേക്ക് കൂടി ചെന്താമരയെ എത്തിച്ചിട്ടുണ്ട്. അവിടെ എത്തിയും കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്ന് ചോദിച്ചറിയുകയാണ്. എന്താണ് ഉണ്ടായത്, എങ്ങനെയാണ് ഉണ്ടായത് തുടങ്ങിയ വിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. ഈ തെളിവെടുപ്പ് ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തി. അതിനുശേഷം വീണ്ടും പ്രധാന പാതയിലേക്ക് ചെന്താമരയെ എത്തിക്കുകയാണ്. ഇപ്പോൾ അതായത് തെളിവെടുപ്പ് ഈ പ്രദേശത്ത് സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പിന് ശേഷം തിരികെ അയാളെ കൊണ്ടുപോവുകയാണ്. ചെന്താമരയെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. എലവഞ്ചേരിയിലെ തെളിവെടുപ്പ്, ആയുധം വാങ്ങിയ സ്ഥലത്തെ തെളിവെടുപ്പ് ഇന്നുണ്ടാകില്ല. ഒരുപക്ഷെ നാളെ ആയിരിക്കും. അല്ലെങ്കിൽ ഈ ആയുധം വാങ്ങിയ കടക്കാരനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയായിരിക്കും തെളിവെടുപ്പ് നടത്തുക. അത് ആ സാധ്യതകൾ പോലീസ് തേടുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ തെളിവെടുപ്പ് ഏകദേശം പൂർത്തിയായി മടങ്ങുകയാണ് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണുമ്പോൾ മനസ്സിലാകുന്നത്. ശരി, നമുക്ക് ലിഷോയ് കൂടെ ഒപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, എവിടെയൊക്കെ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്? ഏതൊക്കെ വിധത്തിലായിരുന്നു? അതായത് ഈ കൊലപാതകം നടത്തിയത്, ആദ്യ കൊലപാതകം നടത്തിയത് ഈ സുധാകരൻ്റെ വീടിന് മുൻപിലാണ്. ചെന്താമരയെ ആദ്യം എത്തിച്ചതും അങ്ങോട്ടേക്കാണ്. ആ സ്ഥലത്തേക്ക് എത്തിച്ച് അവിടെ വെച്ച് കൊലപാതകം എങ്ങനെയാണ് നടത്തിയത്, എവിടെ നിന്നാണ് ഇയാൾ ഇറങ്ങി വന്നത്, അതിനുശേഷം എങ്ങോട്ടേക്കാണ് പോയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ തെളിവെടുപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷം വീടിനകത്തേക്ക് പോയി ആയുധം എവിടെയാണ് വെച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ സംഭവങ്ങളൊക്കെ തന്നെ പോലീസിനോട് വിശദീകരിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് എങ്ങനെയാണ് ഈ വീടിനകത്ത് നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളാണ് ചെന്താമര പോലീസിനോട് പറഞ്ഞത്. പ്രധാനമായും ഈ വീടിൻ്റെ മുൻവശത്തെ വാതിൽ അകത്ത് നിന്ന് കുറ്റിയിട്ട ശേഷം പുറകുവശത്തെ വാതിലിലൂടെയാണ് ഇയാൾ രക്ഷപ്പെട്ടത്. ആ പോയത് വീടിൻ്റെ പുറകിലുള്ള വാതിലിലൂടെ പുറത്തേക്ക് കടന്ന് വയലിലേക്ക് കടക്കുകയായിരുന്നു. ആ വയലിൽ നിന്നാണ് പിന്നീട് അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോയത്. പിന്നീട് ആ വനപ്രദേശത്തേക്ക് ഉൾപ്പെടെ അയാൾ പോയി. ആ സ്ഥലങ്ങളൊക്കെ തന്നെ ആ പാടവരമ്പും എങ്ങനെയൊക്കെയാണ് പോയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പോലീസിനോട് വിശദീകരിക്കും. DYSP ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനായി തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ DYSP വിശദീകരിക്കുമെന്നാണ് ലിഷോയ് പറയുന്നത്. വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി വീട്ടിൽ അടക്കം കൊണ്ടുവന്നിരുന്നു. വീട്ടിൽ എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ പ്രതി തന്നെ പോലീസിന് വിവരിച്ചു കൊടുക്കുകയായിരുന്നു. വലിയ ജനരോഷം കണക്കിലെടുത്ത് അതിനുള്ള സന്നാഹങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. പോലീസ് സുരക്ഷയിലാണ് തെളിവെടുപ്പിനായി ചെന്താമരയെ ഇന്ന് ആ സ്ഥലത്തേക്ക് തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. ഇനി ആയുധം വാങ്ങിയ സ്ഥലത്തേക്ക് എത്തിച്ചോ, അല്ലെങ്കിൽ ആയുധം വാങ്ങിയ ഇപ്പോൾ DYSP സംസാരിക്കുന്നു. അതിലേക്ക് തെളിവെടുപ്പ് നടത്തി. ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. അത് ഞങ്ങൾ പിന്നെ തരയും. അതിന്നില്ല. ശാസ്ത്രീയ തെളിവുകൾ എല്ലാം എടുത്തിട്ടുണ്ട്. ഇന്നും അതായിരുന്നു. ഇന്ന് പോകുന്നില്ല. ഇവിടെ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പുതിയ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം പഴയ തന്നെ. അയാൾ നിങ്ങൾ നേരിട്ട് കണ്ടതല്ല. അയാളുടെ അവസ്ഥ അയാൾ സംസാരിച്ച് എങ്ങനെയാണ് നിങ്ങൾ കണ്ടത്? അതെ അതെ അതെ, ശേഷപ്പെട്ട വഴികളാണ് ഇപ്പോൾ കാണിച്ചത്. തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് DYSP സംസാരിക്കുകയായിരുന്നു മാധ്യമങ്ങളോട്.